എല്ലാ മാസവും ശുക്ലപക്ഷത്തിലെ കൃഷ്ണപക്ഷത്തിലെയും ത്രയോദശി ദിനത്തിലാണ് പ്രദോഷവ്രതം വരുന്നത്. ഡിസംബർ മാസത്തിൽ ഡിസംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 3:57 ആരംഭിച്ച് ഡിസംബർ 3 ഉച്ചയ്ക്ക് 12:23 വരെയാണ് ത്രയോദശി തിഥി നീണ്ടു നിൽക്കുന്നത്. പ്രദോഷകാലത്തിൽ ത്രയോദശി ദിനം വരുമ്പോൾ ആ ദിവസമാണ് പ്രദോഷവ്രതമായിട്ട് ആചരിക്കുന്നത്. അതിനാൽ തന്നെ ഡിസംബർ 2-നാണ് പ്രദോഷവ്രതം. ഇത് ചൊവ്വാഴ്ച ആയതിനാൽ ഇതിനെ ഭവമപ്രദമെന്നും വിളിക്കുന്നുണ്ട്. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന ദിവസം രാവിലെ എഴുന്നേൽക്കുക, കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് മാത്രം ഉപവാസം അനുഷ്ഠിക്കുക. സൂര്യന് ജലം അർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമാണ്. ഇന്നേ ദിവസം ശിവക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ശിവന് പാലഭിഷേകം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ശിവമന്ത്രങ്ങൾ ജപിക്കുക. അന്ന് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം. ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. അന്നത്തെ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വേണം വ്രതം ആരംഭിക്കുവാൻ. സ്വയം വൃത്തിയായി ഇരിക്കുന്നതിനോടൊപ്പം തന്നെ വീടും പരിസരവും വൃത്തിയായി വയ്ക്കാൻ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ശിവനും പാർവതിക്കും വേണ്ടിയാണ് ഈ വ്രതങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. പ്രദോഷവ്രത ദിനത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശിവനെയും പാർവതിയെയും ആരാധിക്കുന്നതും നിർബന്ധമാണ്. കാരണം ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് പ്രദോഷവ്രതം. ഇത് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്നാണ് വിശ്വാസം.